ഹായ് ഫ്രണ്ട്സ്, സോനു ഫാബ്രിക്കേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് പാലക്കാട് ജില്ലയിൽ ഷൊർണൂരിനടുത്ത് കവളപ്പാറ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ ഈ വർക്ക് ചെയ്യണത്. അപ്പോൾ ഈ വീട്ടിലാണ് നമുക്ക് വർക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഇവിടെ ഒരു വാൾഡ്രോബ്, അതുപോലെ ലോഫ്റ്റ്, കമ്പ്യൂട്ടർ ടേബിള്, കിച്ചൺ കബോർഡ്, ഇത്രയും വർക്കാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വാൾഡ്രോബ് ചെയ്യണ ഈ ഭാഗത്ത് ഓപ്പൺ സ്പേസാണുള്ളത്. അപ്പോൾ ആ ഒരു സ്പേസിൽ ബോക്സ് ടൈപ്പായിട്ട് ഒരു വാൾഡ്രോബാണ് നമ്മളിവിടെ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ ഈ വർക്കിനെ കുറിച്ചിട്ട് നമ്മൾ ഫുള്ളായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വർക്ക് ഫുള്ളായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ബോക്സ് ടൈപ്പായിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡിൽ നമ്മൾ ഷീറ്റ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഫ്രെയിമിനകത്തായിട്ടാണ് നമ്മൾ അടിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഫുള്ള് ബോക്സ് ആയിട്ട് വരുമ്പോൾ നമുക്ക് ഫ്രെയിം കാണാത്തൊരു രീതിയിലാണ് നമ്മൾ ഈ വാൾഡ്രോബ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇനി ഇതിൻ്റെ തട്ടടിക്കണതാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ അത് ജെ ഫ്രെയിമിൽ തന്നെ നമ്മൾ ഷീറ്റ് ഇട്ടിട്ട് സെറ്റ് ചെയ്തിട്ടാണ് ഇവിടെ തട്ടായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് ബാക്ക് സൈഡിലെ ഷീറ്റിൽ സൈഡത്തെ ഷീറ്റിലൊക്കെ നമ്മൾ മാർക്ക് ചെയ്തതിന് ശേഷം ഹോൾസ് അടിച്ചിട്ട് ബാക്കിൽ നിന്ന് റിവിറ്റ് അടിച്ചു കൊടുക്കുകയാണ് ചെയ്യണത്. ഈ കബോർഡിൻ്റെ ബാക്കിൽ ബാത്റൂമാണ് വരുന്നത്. അപ്പോൾ ഈർപ്പത്തിൻ്റെ പ്രശ്നം വരാതിരിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ബാക്ക് സൈഡെല്ലാം ഷീറ്റ് അടിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഷീറ്റ് അടിച്ചിട്ടുള്ളത് PVC ലാമിനേറ്റ് ഷീറ്റാണ്. അപ്പോൾ ഈ കബോർഡിൻ്റെ സെൻറ്റർ പാർട്ടീഷൻ ചെയ്തിരിക്കുന്നത് 3/4 ഇഞ്ച് സ്ക്വയർ കൊടുത്തിട്ട് അതിലേക്കാണ് നമ്മൾ ഷീറ്റ് അടിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് നമ്മൾ തട്ടടിച്ചെടുക്കുമ്പോൾ ആ ഭാഗത്ത് ഗ്യാപ്പ് വരുന്നതിന് നമ്മൾ അവിടെ ഒരു 3/4 ഇഞ്ച് സ്ക്വയർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു രീതിയിലാണ് നമ്മളിതിൻ്റെ തട്ടടിച്ചെടുത്തിരിക്കുന്നത്. അമ്മാതിരി ഷീറ്റ് കൊടുക്കാത്ത ഭാഗത്ത് അടിയിൽ നിന്ന് ആംഗിൾ വെച്ച് കൊടുത്തിട്ടാണ് ഈ തട്ട് സെറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. തട്ടിൻ്റെ വർക്കൊക്കെ ഇവിടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഫ്രെയിമും എല്ലാം നമ്മൾ ഇപ്പോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു സൈഡത്തെ ഷീറ്റും കൂടി നമുക്ക് അടിച്ചെടുക്കാണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫ്രെയിം നമ്മൾ മൊത്തം ചെയ്തിരിക്കുന്നത് 1.25 സ്ക്വയർ വെച്ചിട്ടാണ്. അതുപോലെ ഇതിൻ്റെ തട്ടെല്ലാം അടിച്ചെടുത്തിരിക്കുന്നത് ജെ ഫ്രെയിമിലാണ്. ഈ വാൾഡ്രോബിൽ നമ്മളൊരു ഡ്രോവർ കൊടുത്തിട്ടുണ്ട്. PVC ലാമിനേറ്റ് ഷീറ്റ് വൈറ്റ് കളറിലാണ് ഈ വാൾഡ്രോബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ സ്റ്റീലിൻ്റെ കോട്ടിങ് കളറാണ് ഇതിൻ്റെ ഫ്രെയിമിന് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഈ സൈഡിൽ വരുന്ന ഷീറ്റും കൂടി ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ അത് സിലിക്കോൺ അടിച്ചിട്ടാണ് നമ്മൾ ആ ഭാഗത്ത് ഷീറ്റ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇതിൻ്റെ ഫ്രണ്ട് സൈഡിൽ 1.25 ലിപ്പ് സ്ക്വയർ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഷീറ്റ് ഒട്ടിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ എൻഡ് നമ്മൾ ലിപ്പ് സ്ക്വയറിൽ കയറ്റിയിട്ടിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഫാബ്രിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വർക്കുകൾ നമ്മുടെ ചാനലിൽ ഇതിന് മുന്നായിട്ട് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആർക്കെങ്കിലും വർക്കുകൾ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനലിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും ഐ ബട്ടണിലും എൻ്റെ സ്ക്രീനിലെല്ലാം നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വർക്ക് കാണാൻ താല്പര്യമുള്ളവർക്ക് പോയി കാണാവുന്നതാണ്. അപ്പോൾ നമ്മുടെ കബോർഡിൻ്റെ ഫ്രെയിം വർക്കും ഷീറ്റിൻ്റെ വർക്കൊക്കെ ഇപ്പോൾ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഡോറ് സെറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ലോഫ്റ്റിൻ്റെ ഡോറാണ് ആദ്യം സെറ്റ് ചെയ്യണത്. ഈ വർക്ക് ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഈ വീഡിയോക്കൊന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ
ഫാബ്രിക്കേഷൻ വർക്ക് പഠിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വർക്കിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഔട്ടർ ഫ്രെയിമിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് 1.25 സ്ക്വയറാണ്. അപ്പോൾ ആ സ്ക്വയർ അത്യാവശ്യം തിക്നെസ് വരുന്ന ഫ്രെയിം തന്നെയാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതിന് പുറമെ നമ്മൾ ഇഞ്ചസ് വരുന്ന ഭാഗങ്ങളിലെല്ലാം വുഡിൻ്റെ റീപ്പറും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഡോറിൽ വരുന്ന ഇഞ്ചസിൽ നമ്മൾ 532 റിബിറ്റാണ് അടിച്ചു കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ വീഡിയോ കുറച്ച് ലെങ്ത് ഉണ്ട്. അപ്പോൾ വർക്ക് മാത്രം കാണേണ്ട ആളുകൾക്ക് സ്കിപ്പ് ചെയ്ത് പോയിട്ട് ലാസ്റ്റ് വർക്ക് മാത്രമായിട്ട് കാണാവുന്നതാണ്. അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യണത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഫുള്ളായിട്ട് വർക്ക് കാണിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ വർക്ക് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ചാനലിൽ ആദ്യമായിട്ടാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതിൻ്റെ ഡോറിൻ്റെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഇതിവിടെ ഒരു ഫോൾഡിങ് ടൈപ്പ് ഒരു തട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ടോപ്പിലായിട്ട് ഒരു മിററും കൂടി സെറ്റ് ചെയ്ത് കൊടുക്കാനുണ്ട്. പിന്നെ അതിൻ്റെ വർക്കാണ് നമ്മളിവിടെ കാണിക്കുന്നത്. ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്ത വർക്കിൻ്റെ കോസ്റ്റ് കാര്യങ്ങളൊക്കെ നമ്മളോട് ഒരുപാട് പേര് ഇതിൽ കമൻ്റായിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വർക്ക് പല രീതിയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഓരോ വർക്കിനും ഓരോ റേറ്റാണ് വരിക. നമ്മൾ ഷീറ്റ് കാര്യങ്ങളൊക്കെ വ്യത്യാസം വരുമ്പോൾ അതിനനുസരിച്ച് റേറ്റിൽ മാറ്റം വരും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ റേറ്റ് ഇതിൽ ഉൾപ്പെടുത്താത്തത്. അപ്പോൾ മെറ്റീരിയൽസിൽ ചേഞ്ച് വരുത്തുമ്പോൾ നമുക്ക് കോസ്റ്റും കുറച്ചെടുക്കാൻ കഴിയും. അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ കറക്റ്റായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പിൽ തന്നെ എല്ലാവരും കോൺടാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഈ ഫോൾഡ് ചെയ്യണ ടേബിളിന് നമ്മൾ 16 ഇഞ്ചിൻ്റെ ക്ലാമ്പാണ് സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അളവ് വരുന്നത് 3x1.5 നമ്മൾ ഈ ടേബിൾ സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഡ്രോയുടെ നേരെ താഴെയായിട്ട് തന്നെ നമ്മൾ ഡ്രസ്സ് തൂക്കിയിടാൻ വേണ്ടിയിട്ട് ഒരു സ്ലൈഡിങ് ടൈപ്പ് ആയിട്ട് തന്നെ നമ്മളൊരു ഫ്രെയിം സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ സ്റ്റീലിൻ്റെ റൗണ്ട് പൈപ്പാണ് ഇതിൽ സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ വാൾഡ്രോബിൻ്റെ ഏകദേശം വർക്ക് ഇപ്പോൾ ഫിനിഷിംഗ് ആയിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ഒരു കമ്പ്യൂട്ടർ ടേബിൾ സെറ്റ് ചെയ്യാണ്ട്. അപ്പോൾ ഈ കമ്പ്യൂട്ടർ ടേബിൾ നമ്മൾ വളരെ സിമ്പിളായിട്ടൊരു മെത്തേഡിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ടോപ്പിലേക്ക് നമ്മളൊരു 1.25 ഫ്രെയിം ജസ്റ്റ് ഒരു ഫ്രെയിം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്.
അപ്പോൾ അതിൻ്റെ 2 സൈഡും അതുപോലെ സെൻട്രലിക്കും വേണ്ടിയിട്ട് നമ്മൾ 1.25 ലിപ്പ് സ്ക്വയറിൽ ഷീറ്റ് ഇട്ടിട്ട് എടുത്തിരിക്കുകയാണ്. അപ്പോൾ ആ ലിപ്പ് സ്ക്വയറും ഈ ടോപ്പിലെ സ്ക്വയറും തമ്മിൽ നമ്മൾ വുഡിൻ്റെ റീപ്പർ 2 സ്ക്വയറിൽ ഇട്ട് കൊടുത്തിട്ടാണ് അതിലേക്ക് ടോപ്പിൽ നിന്നും അടിയിൽ നിന്നും ഈ 2 സ്ക്രൂ വെച്ചിട്ടാണ് ഈ സൈഡ് ഭാഗം നമ്മൾ സെറ്റ് ചെയ്യണത്. അപ്പോൾ ഈ ഫ്രെയിമിൻ്റെ 2 സൈഡും നമ്മൾ ഇതുപോലെ തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണം ആദ്യം. അപ്പോൾ ഇനി സെൻറ്ററിലെ ബോക്സ് നമ്മൾ സെറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇത് നമ്മൾ ഷോപ്പിൽ നിന്ന് ഈ ബോക്സ് ഫുള്ളായിട്ട് സെറ്റ് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ജസ്റ്റ് വെച്ചിട്ട് നമ്മൾ ടോപ്പിൽ നിന്ന് സ്ക്രൂ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു രീതിയിലാണ് നമ്മൾ ഈ വർക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിലൊരു ഡ്രോവറും അതിൻ്റെ താഴെയായിട്ടൊരു ഡോറും നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ ടോപ്പിലേക്കുള്ള ടേബിൾ ടോപ്പ് നമ്മൾ ജെ ഫ്രെയിമിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ഷീറ്റെല്ലാം ഇട്ടിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അത് ജസ്റ്റ് വെച്ചിട്ട് താഴത്തെ 1.25 സ്ക്വയറിൽ നിന്ന് ഇതിലേക്ക് സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഈ കമ്പ്യൂട്ടർ ടേബിൾ നമ്മൾ ബെഡ്റൂമിലാണ് സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവർക്ക് ജസ്റ്റ് മേക്കപ്പ് സ്റ്റാൻഡും കൂടി ആയിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മളൊരു മിററും കൂടെ ഇതിൻ്റെ ടോപ്പിൽ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ വർക്ക് ഇവിടെ ഏകദേശം ഫിനിഷിങ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ വീട്ടിൽ ചെയ്ത ഫുൾ വർക്ക് നമുക്കിനി ഒന്ന് ഫിനിഷിങ് ചെയ്തൊരു വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വാൾഡ്രോബാണ് ഫുള്ളായിട്ട് ഫിനിഷ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മളൊരു മിറർ സെറ്റ് ചെയ്യണതാണ് പിന്നെ വന്നിട്ടുള്ളത്. അപ്പോൾ ആ മിറർ 1 ഇഞ്ച് സ്ക്വയർ വെച്ചിട്ട് നമ്മൾ സ്പേസർ വെച്ചിട്ടാണ് ഈ മിററിനെ അവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ കുറച്ച് ഗ്യാപ്പ് വരുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു സ്വിച്ച് ബോർഡ് വരുന്നുണ്ട്. ഈ ബാത്റൂമിലേക്കുള്ള ലൈറ്റാണത്. അപ്പോൾ ആ സ്വിച്ച് ഇടാൻ പറ്റുന്ന ഒരു രീതിയിലും കൂടിയാണ് ഈ മിറർ സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി ഇതിൽ വർക്കിനെ കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയാനില്ല. അപ്പോൾ എല്ലാവരും വർക്ക് ഫുള്ളായിട്ട് കണ്ടു നോക്കുക.
അപ്പോൾ ഈ വർക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. ആരെങ്കിലും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരം വർക്കുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിലും നല്ലൊരു കണ്ടൻറ്റുമായി വീണ്ടും കാണാം. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി.